ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ശരത് പവാർ കൂടിക്കാഴ്ച ഒരു പക്ഷേ ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വരുന്ന മണിക്കൂറുകളിൽ വളരെ സജീവമായി ചർച്ചാ വിഷയത്തിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യമായി മാറുന്നുണ്ട്. ശ്രീ കെ ജെ ജേക്കബിനോട് അത് സംബന്ധിച്ചൊരു കമന്റ് ചോദിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ശ്രീ കെ ജെ ജേക്കബ് എങ്ങനെ കാണുന്നു? നോക്കൂ, ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാറും ഈ ഘട്ടത്തിൽ എടുക്കാൻ പോകുന്ന നിർണായക റോൾ നമുക്കറിയാവുന്നതാണ്. അവരുമായി ശരത് പവാർ ആദ്യം തന്നെ ഒരു കൂടിക്കാഴ്ചയുടെ ചർച്ചയുടെ നിലയിലേക്ക് മാറുന്നുണ്ട്. എന്താകാം ആ കൂടിക്കാഴ്ച എന്നുള്ളത് ചില ഊഹങ്ങൾ മാത്രം നമുക്കുണ്ട് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് വരും മണിക്കൂറുകളിൽ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശരിക്കും ചാണക്യൻ എന്ന് പറയാവുന്ന ഒരാൾ ശരത് പവാറാണ്. പക്ഷെ അതൊരു സർക്കാർ ഫോർമേഷനിലേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ടുകൾ, വോട്ടുകൾ പലതും ഇപ്പോഴും പകുതിയൊക്കെ എണ്ണി തീർത്തിട്ടുള്ളൂ. അവിടെ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട റിസൾട്ട് ഇന്ത്യ സഖ്യത്തിന് കിട്ടേണ്ടതുണ്ടായിരുന്നു. അതുകൂടി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഗവൺമെന്റ് ഫോർമേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ ഇന്ത്യ ചന്ദ്രബാബു നായിഡുവും പിന്നെ ഇയാളുടെ കൂടി ചേർന്നാൽ ഏകദേശം 40 സീറ്റോളം നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും കൂടി ഉണ്ടാകും. ആ സീറ്റ് കൂടി വന്നാൽ പിന്നെ ഇന്ത്യ സഖ്യത്തിന് ഒരു ഭൂരിപക്ഷത്തിന്റെ അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും NDA സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് നേരിട്ട ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവരിൽ ഇങ്ങോട്ട് ആളുകൾ അറിയാലോ ഒരു പക്ഷത്തിന്റെ കൂടെയാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കെ ജെ ജേക്കബ്, നിതീഷ് കുമാർ ഇന്ന് പിന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയായിരുന്ന ആള് അത് രാജിവെച്ച് നാളെ NDAയുടെ മുഖ്യമന്ത്രിയായ ആളാണ്. അയാളെ ഇപ്പൊ നമ്മൾ ഇപ്പൊ മമതാ ബാനർജി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ പ്രധാനമന്ത്രി ആകണമെന്ന്. നിതീഷ് കുമാർ ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി ആയാലും അദ്ദേഹം നാളെ രാജിവെച്ചിട്ട് മറ്റന്നാൾ അദ്ദേഹം NDA സഖ്യത്തിന്റെ പിന്നെ പ്രധാനമന്ത്രിയാകാം. നമ്മൾ ഇതിൻ്റെ അകത്ത് കാണേണ്ട ഒരു കാര്യം, ഇന്ത്യ രാജ്യം ഒരു തരത്തിലുള്ള വർഗീയ ശക്തികൾക്കും വിറ്റുകൊടുത്തിട്ടില്ലാത്ത ഒരു രാജ്യമാണ് എന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. നമ്മൾ ആഘോഷിക്കേണ്ടത് അതാണ്. ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് ഒരു സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ആശ്വസിക്കുന്നത്, സന്തോഷിക്കുന്നത് ഈ രാജ്യം ഞങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ള ഹിന്ദുത്വ ശക്തികളുടെ അഹങ്കാരം ഫൈസാബാദിലടക്കം അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ബൂത്തിലാണെങ്കിൽ ഒരു ബൂത്തിൽ പിറകോട്ട് പോയിരിക്കുന്നു. ഞങ്ങൾ 370 സീറ്റ് വാങ്ങും, BJP ഒറ്റയ്ക്ക്, അത് ആർട്ടിക്കിൾ 317 നമ്മൾ കുഴിച്ചു മൂടിയതിനുള്ള നമ്മളുടെ ട്രോഫി ആയിരിക്കും, നമ്മൾ മൊത്തം 400 സീറ്റ് വാങ്ങും എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് നമ്മൾ ആലോചിക്കേണ്ടത്, രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി പോയിട്ട് BJPയുടെ നമ്മുടെ കേരളത്തിലുള്ള ഒരു വാർഡ് പ്രസിഡന്റ് പറയില്ലാത്ത തരത്തിലുള്ള വർഗീയത, പച്ച വർഗീയത ഈ രാജ്യത്തെ ഈ പൗരന്മാരായിട്ടുള്ള മനുഷ്യരെ മുഴുവൻ വെറുപ്പ് കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് തെക്കും വടക്കും തമ്മിൽ കലഹമുണ്ടാക്കാനുള്ള ഈ ആഹ്വാനങ്ങളൊക്കെ നടത്തിയ ഒരു പ്രധാനമന്ത്രിയോടാണ് ജനങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രധാനമന്ത്രി സംസാരിച്ചത് കേട്ടിട്ട് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ തിരിച്ചടി കൊടുക്കാനാണ് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നിയത്. അവിടെ ഉത്തർപ്രദേശിൽ